ഇറാനുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചകൾ ഇസ്ലാമാബാദിൽ നടന്നു കഴിഞ്ഞു. എന്നാൽ അതെല്ലാം പരാജയപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇന്ത്യക്ക് ഇതിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തയുണ്ട് എന്നുള്ളതും ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിനിടയിൽ ഊർജ്ജ സുരക്ഷാ രംഗത്ത് ഇന്ത്യക്ക് വലിയതും ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽപാതയായി കണക്കാക്കപ്പെടുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യയുടെ രണ്ടാമത്തെ LPG ടാങ്കർ ജാഗ് വിക്രം സുരക്ഷിതമായി കടന്നുപോയി എന്നുള്ളതാണത്. ഇതോടെ ശനിയാഴ്ച ഒറ്റ ദിവസം കൊണ്ട് ആകെ 16 കപ്പലുകൾ ഈ പാതയിലൂടെ കടന്നുപോയി. ഇത് ആഗോള വിപണിക്ക് നല്ല ഒരു സൂചനയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഈ സുപ്രധാന നേട്ടം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിൽ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞത് 24 ഇന്ത്യൻ ജീവനക്കാരുമായി ഇന്ത്യൻ പതാകയുള്ള കപ്പൽ ജാഗ് വിക്രം ഏപ്രിൽ 11 പേർഷ്യൻ ഗൾഫ് മേഖല വിട്ടുപോയി. വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച പുലർച്ചയ്ക്കിടയിൽ ഹോർമൂസ് കടലിടുക്ക് കടന്ന കപ്പൽ ഇപ്പോൾ ഒമാൻ ഉൾക്കടലിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ജഗ് വിക്രം എന്ന ഇടത്തരം ഗ്യാസ് കാരിയർ ഏകദേശം 20,000 ടൺ LPG അതായത് പാചകവാതകം വഹിക്കുന്ന കമ്പനിയാണ്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഇന്ത്യയിലെ LPG വിതരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില ആശങ്കകൾക്ക് ഈ വിജയം പരിഹാരമാകും. നേരത്തെ മുൻകരുതലുകൾ നടപടിയായി ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ വാണിജ്യ യൂണിറ്റുകളിലേക്കുള്ള LPG വിതരണം സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു. ഇപ്പോൾ ഇത് ക്രമേണ പുനഃസ്ഥാപിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തലിന് ശേഷം ഈ പാത ഭാഗികമായി വീണ്ടും തുറന്നു. ലോകത്തിന്റെ എണ്ണയുടെ ഏകദേശം 20% അതിന്റെ ഭൂരിഭാഗവും വാതകവും ഈ കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്ത്യ അതിന്റെ 90% അസംസ്കൃത എണ്ണയും 50% പാചകവാതകവും 60% LPGയും ഇറക്കുമതിയെ ആശ്രയിച്ചിരിക്കുന്നു. അതിൽ ഭൂരിഭാഗവും ഈ കടലിടുക്കിലൂടെയാണ് കടന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.